ശ്രീ എം ഗീതാനന്ദൻ, ഇവിടെ ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു മാവോയിസ്റ്റ് പിടിയിലായി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അട്ടപ്പാടിയിലാണ്. കേരളത്തിലെ പ്രധാന മാവോയിസ്റ്റ് പ്രവർത്തകരിൽ ഒരാളായ ഡാനിഷ് പിടിയിലായി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ബന്ധപ്പെട്ട തണ്ടർബോൾട്ടും എല്ലാവരും ചേർന്ന അന്വേഷണത്തിലൂടെ തന്നെയാണ് ഇയാളെ പിടികൂടിയത്, ചോദ്യം ചെയ്തത്, മറ്റു നടപടികളിലേക്ക് പോയത്. രൂപേഷിനെ പിടികൂടുകയുണ്ടായി. രൂപേഷിൻ്റെ ഭാര്യ, മറ്റൊരു പ്രവർത്തക പിടികൂടുകയുണ്ടായി. നിയമ നടപടികൾക്ക് വിധേയമാക്കി. മാത്രമല്ല, ഏതാണ്ട് വർഷങ്ങളായി അങ്കമാലിയിൽ ഒളിച്ചു പാർത്തിരുന്ന ജാർഖണ്ഡിലെ മാവോയിസ്റ്റ് കമാൻഡന്റ് ജിതേന്ദ്രയെ 2012 അങ്കമാലിയിൽ നിന്ന് പിടികൂടി, നിയമ നടപടികൾക്ക് വിധേയമാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള നടപടികൾ എന്ന നിലയിൽ നമുക്ക് മാതൃകാപരമായി ചൂണ്ടിക്കാട്ടാവുന്ന പോലീസ് ഇടപെടലുകൾ. എന്നാൽ ഈ കുപ്പു ദേവരാജ് അജിത, അതിനുശേഷം പിന്നെ ഇപ്പോൾ ജലീലിൻ്റെ അനുഭവം, എന്തുകൊണ്ടാണ് സമാനതകളില്ലാത്ത ഈ പറയുന്ന കൊലപാതകത്തിലേക്ക്, കുരുതി ജയിലിലേക്ക് തണ്ടർബോൾട്ട് മുതിരുന്നത്, പോലീസ് സംവിധാനം മുതിരുന്നത്? പോലീസ് സംവിധാനത്തിന്, പ്രത്യേകിച്ചും ഈ തണ്ടർബോൾട്ടിന് അമിതമായ അധികാരം കൊടുക്കുകയും ഒരു ഫാസിസ്റ്റ് സർക്കാർ ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങൾക്കും അവർക്ക് ഗ്രീൻ സിഗ്നൽ ഭരണകൂടം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇടതാണെങ്കിലും വലതാണെങ്കിലും ഈ മാവോവാദി പ്രശ്നത്തെ രാഷ്ട്രീയമായി എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ല. എല്ലാ മുതലാളിത്ത പാർട്ടികളെയും പോലെ, ഫാസിസ്റ്റുകളെയും പോലെ അവരിവരോടും പെരുമാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സംഭവത്തിൽ തന്നെ ഇവിടെ റഷീദ് എന്ന് പറയും, സി പി റഷീദ്, അദ്ദേഹം മരണപ്പെട്ട, വെടിയേറ്റിൽ കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ വേദന നമുക്കറിയാം, അതിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. ഇവിടെ പ്രശ്നം വളരെ നിഷ്കരണമായ ഒരു കൊലപാതകമാണിത് എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്. സംഭവിച്ചിരിക്കാനായിട്ട് ഈ യുവാവ് ഈ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരു റിസോർട്ട് ഉടമയ്ക്ക് വേണ്ടി ഇവിടുത്തെ രാജ്യത്തെ ഈ കാട് കയ്യേറി വൻ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി പോലീസ് നടത്തിയിരിക്കുന്ന ഇഷ്ടൂരമായൊരു കൊലപാതകമാണിത്. ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ അവർ പോയിരിക്കാനിടയുണ്ടെന്നുള്ളതാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ ഭക്ഷണാവശ്യം, ഇതൊക്കെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എത്രത്തോളം ഇതിന് വാസ്തവമുണ്ടെന്ന് അറിഞ്ഞൂടെ. എന്തായാലും സാധാരണ സൈനിക വേഷത്തിലല്ലാതെ അത്രയും സുസജ്ജമായ എന്തെങ്കിലും ആയുധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിനോ വേണ്ടി തയ്യാറെടുത്ത് പോയവരല്ല. നിശ്ചയമായും ഈ റിസോർട്ട് ഉടമകൾ ഒറ്റുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയതാണ്. അവർ തികച്ചും നിരായുധരായി പിടിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ളത് നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഇനി നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ എന്ത് കുറ്റകൃത്യമാണ് ഇവർക്കെതിരെ ഇപ്പം ആരോപിക്കപ്പെട്ടിരിക്കുന്നത്? ഇവരേതെങ്കിലും തരത്തിലുള്ള ഭരണകൂടത്തിനെതിരെ വിപ്ലവം നടത്തുന്നതിൻ്റെ പേരിൽ എന്ത് അക്രമമാണ് യുവാവ് നടത്തിയത് എന്നുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ഇവിടെ വളരെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള കഥ പ്രചരിപ്പിച്ച് ഇതെന്തോ ഒരു വലിയ ഏറ്റുമുട്ടൽ എന്നൊക്കെയുള്ള നിലയിൽ ഇവിടെ ഒരു 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 നാടകമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. പോലീസ് സംവിധാനത്തിൽ നിന്ന് എന്തായാലും അത്തരത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. ജനങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു ജനകീയ ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതാണ്. കാരണം ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള വനാന്തരങ്ങളിൽ അത്ര ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ ഉള്ളതുപോലുള്ള ഒരു 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 സൈനിക ഭീഷണി മാവോയിസ്റ്റുകൾ ഉയർത്തുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായി മാവോയിസ്റ്റുകളുടെ പ്രവർത്തനത്തോട്, പ്രത്യേകിച്ചും വനത്തിൽ കേന്ദ്രീകരിച്ച് ആദിവാസികളുടെ ഇടയിൽ അവർ പ്രവർത്തിക്കുന്നുള്ളൊരു വ്യാജ പ്രതികരിക്കുന്നതിനോടൊക്കെ വിയോജിപ്പുള്ളതാണ്. എങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ്, ഒരു തീവ്രവാദ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിക്കാനുള്ള അവകാശമുണ്ട്. ഗവൺമെൻറ്റിന് ആ രീതിയിൽ അവരെ ടാക്കിൾ ചെയ്യാം. പക്ഷെ മൗലികമായും ഈ വിഭാഗത്തെ, ഇത്ര കാര്യമായിട്ട് ഒരു സൈനിക സന്നാഹമില്ലാത്ത വിഭാഗത്തെ, അത് വളർന്നു വരാതിരിക്കാനാണ് ഗവൺമെൻറ് താല്പര്യമെങ്കിൽ രാഷ്ട്രീയമായി അവരുടെ ഭീഷണി നേരിടാനുള്ള ഒരു സുസജ്ജമായ തയ്യാറെടുപ്പാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. നിലവിൽ സർക്കാരുകൾക്ക്, ഭരണകൂടത്തിന് അത്തരത്തിൽ തയ്യാറെടുപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.